പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ആറ്റലോരും പ്രിയപ്പെട്ട കൂട്ടുകാരനും പ്രബോധനത്തിനിറങ്ങിയതാണ്. ഏറെ നടന്ന് തളർന്നിട്ടുണ്ട്. രണ്ടുപേർക്കും കലശലായ ദാഹം അനുഭവപ്പെട്ടു. പരിസരത്തൊക്കെ വീക്ഷിച്ചു, ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് കുറച്ചകലെ ആട്ടിൻ പറ്റത്തെ കണ്ടത്. അങ്ങോട്ട് നടന്നെടുത്തു. അവിടെ എത്തിയപ്പോൾ ഒരു കൊച്ചു ബാലനുണ്ട്, ആടിനെ മേയ്ക്കുന്നു. കുട്ടിയെ കണ്ടപ്പോൾ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോനെ, ഞങ്ങൾ വഴിയാത്രക്കാരാണ്, നല്ല ദാഹമുണ്ട്, വിശപ്പുണ്ട്. നീ കൂട്ടത്തിൽ ഏതെങ്കിലും നല്ല കറവുള്ള ആടിനൊന്ന് കറന്നിട്ട് കുറച്ച് പാല് തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ കുഞ്ഞു ബാലൻ പറയാണ്, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസ്തനായ ഒരു ആട്ടിടയനാണ്. ഇത് എൻ്റെ യജമാനൻ എന്നെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. ഞാനെങ്ങനെ നിങ്ങൾക്ക് തരാം? ബഹുമാനപ്പെട്ട മസ്ഊദ് തങ്ങൾ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്തിൻ്റെ ആട്ടിടയനായിരുന്നു, അടിമയുമായിരുന്നു. ആരാണ് ഈ കക്ഷെന്ന് മനസ്സിലായോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായിരിക്കുന്ന സമയത്ത് തോളിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞ കുടൽമാലയിട്ട ദുഷ്ടനാണ്. അവൻ്റെ അടിമയാകുന്ന ജോലിക്കാരനായിരുന്നു അന്ന് ഈ ബാലൻ. അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ അത്ഭുതമായി. എത്ര സത്യസന്ധനായൊരു കുട്ടിയാണിത്. ഉടൻ തങ്ങൾ ചോദിച്ചു, എങ്കിലും വേണ്ട, നിന്റെ ആട്ടിൻകൂട്ടത്തിലെ കറവ പറ്റിയ തീരെ പാല് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരാടിനെ കാണിച്ചു തരുമെന്നായി. അത് കുഴപ്പമില്ല, കൊണ്ടുവന്ന് കൊടുത്തു. പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വിശുദ്ധ നാമങ്ങളും മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് ആടിൻ്റെ അകിടിലൊന്ന് തടവി കൊടുത്തു. ക്ഷണനേരം കൊണ്ട് അകിട് വീർത്ത് നിറയെ പാല് വന്നു. സിദ്ദീഖ് തങ്ങൾ പാത്രം പോലെയുള്ള ഒരു കല്ലെടുത്തിട്ട് അതിലേക്ക് പാല് ശേഖരിച്ചു. രണ്ടുപേരും വയറു നിറയെ കുടിച്ചു. കൂടെ ബാലനും കൊടുത്തു. ഇത് അത്ഭുത സംഭവം കണ്ടപ്പോൾ ബാലന് അതിയായ അത്ഭുതം. ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണമെന്ന് തോന്നി. തങ്ങളോട് ചോദിച്ചു, അലിംനി മിൻ ഹാദൽ ഖൗൽ, നിങ്ങളിപ്പോൾ എന്തോ പറഞ്ഞിട്ടാണല്ലോ ഇപ്പം പാല് വന്നത്, അതെനിക്കൊന്ന് പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ തങ്ങൾ അവൻ്റെ നെഞ്ചിലും തലയിലും തടവിട്ട് പറയണേ, ഇന്നക ഗുലാമുൻ മുഅല്ലിമുൻ, വല്ലാതെ അറിവ് നേടുന്ന ഒരു ബാലൻ തന്നെയാണല്ലോ താങ്കളെന്ന്. ആ വാക്ക് പിന്നെ പൊന്നായി. മുത്തനബിയുടെ നാവ് പൊന്നാവുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. വിശുദ്ധ മതം പുൽകിയതിനു ശേഷം വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ പാണ്ഡിത്യം ഉള്ള ആൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് സ്വഹാബികൾ ഒന്നടങ്കം ഉത്തരം പറയുന്നുണ്ട്. ഞങ്ങൾ സീനിയർ സ്വഹാബിമാർക്കിടയിൽ അത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ആയിരുന്നു എന്ന്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ചിട്ടുണ്ട് 70 സൂറത്തുകൾ എന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മശക്തി നോക്കൂ. വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തും എന്ത് വിഷയത്തിലിറങ്ങിയതാണ്, ഓരോ ആയത്തും ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്ത്, ഇതെല്ലാം അറിയുന്ന മഹാപാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഒരിക്കലും പൊന്നു മുസ്തഫ ചോദിക്കുന്നുണ്ട്, ആരാണ് കഅബയുടെ പരിസരത്ത് പോയിട്ട് പരസ്യമായിട്ട് ഖുർആൻ ഓതുക എന്ന്. ഉടൻ തന്നെ അദ്ദേഹം ചാടി എഴുന്നേറ്റു, ഞാൻ പോകാം തങ്ങളെ എന്നായി. പക്ഷേ കൂട്ടത്തിലെ മറ്റു സ്വഹാബികൾ പറഞ്ഞു, നിങ്ങൾ പോകണ്ട, കാരണം ഖുറൈശി ഗോത്രത്തിന് പുറമേ നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന ആളാണ് താങ്കൾ. താങ്കളെ സഹായിക്കാൻ ആ പരിസരത്ത് ആരുണ്ടാകൂല, അതുകൊണ്ട് ഇത് അപകടം പിടിച്ച പണിയാണ്. അബൂജഹലും കൂട്ടുകാരും വല്ലാത്ത ശക്തിയുള്ളവരാണെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചു. പറ്റില്ല, എനിക്ക് തന്നെ പോകണം. അങ്ങനെയാണ് അദ്ദേഹം ചെന്ന് അവിടെ സൂറത്തുർ റഹ്മാൻ വലിയ ഉച്ചത്തിൽ നല്ല സ്വരമാധുരിയിൽ ഓതുന്നത് കേട്ടപ്പോൾ ആക്രമികൾ ചാടി വീഴുകയും അദ്ദേഹത്തെ അടിച്ച് നിലം പരിശാക്കുകയും ചെയ്തത്. അങ്ങനെ ആർക്കോ വിവരം പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ ജോലിക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ, നാളെയും എന്നോട് മുത്തു തങ്ങൾ ഓതാൻ ഏൽപ്പിച്ചാൽ നാളെയും ഞാൻ പോയി ഓതും, എനിക്കതിഷ്ടമാണ് എന്നായിരുന്നു. മാത്രമല്ല പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴും ഇങ്ങനെ യാത്രയിലും മറ്റൊക്കെ കൂടുന്ന ആളായിരുന്നു. തങ്ങൾ ചെരുപ്പ് അഴിച്ചു വെക്കേണ്ട താമസം അത് സ്വന്തം കൈകളെ കൊണ്ട് മാറോട് ചേർത്ത് പിടിക്കും.
മുത്തനബിക്ക് എപ്പോഴാണോ ചെരുപ്പ് ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രമാണ് പിന്നീട് നിലത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂട്ടുകാരെ വിളിച്ചിരുന്നത് സോഹിബുൻ നഅലൈൻ എന്നായിരുന്നു, വിശുദ്ധ പാദുകത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നുള്ള രീതിയിൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പലപ്പോഴും ബഹുമാനപ്പെട്ടവരോട് ഖുർആൻ ഊതി കേൾപ്പിക്കാൻ പറയുന്നുണ്ട്. തങ്ങളെ, അങ്ങേക്കല്ലേ വിശുദ്ധ ഖുർആൻ അവതരിച്ചത്, ഞാൻ എങ്ങനെയാണ് ഓതുക എന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ഓതുന്നത് കേൾക്കാൻ വല്ലാത്ത മാധുര്യമുണ്ട്. പലപ്പോഴും തങ്ങൾ പള്ളിയിൽ വരുമ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങളുടെ ഓത്ത് കേൾക്കേണ്ടെന്ന സാമർത്ഥ്യം അവിടെ പതിയിരുന്നു കൊണ്ട് ഓത്ത് ശ്രവിച്ചിരുന്നു എന്ന് പല സ്വഹാബിമാരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും എനിക്ക് അവതരിച്ചതുപോലെ വിശുദ്ധ വാചകങ്ങൾ ഓതുന്നത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ്റെ പാരായണം കേൾക്കുക എന്ന് അഭിമാനത്തോടെ മുത്തനബി ചൂണ്ടിക്കാണിക്കാറുണ്ടായിരുന്നു. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനിന് വേണ്ടിയിട്ട് വല്ലാതെ ഖിദ്മത്തെടുത്ത ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ടവരുടേത്. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.